കാരണം നമുക്കപ്പോ തുറന്നാലോ? 3 മണിക്കൂറായിട്ട് ഗ്യാങ് ഹൗസ് കാണാൻ വേണ്ടി അവിടെ ഇരിക്കണേ. ഇവരെല്ലാരും വന്ന് അപ്പാ പോയി. കാർലമോനും വാസുമോനും ആദ്യമേ അകത്തോട്ട് പോകും. തുറന്നു തരാം. നിങ്ങൾ ആദ്യമേ അകത്തോട്ട് പോകും, ഞാൻ തുറന്നു തരാം. നിങ്ങൾ വിട്ടോ, ബാക്കിയുള്ളവർ ഇവിടെ നിൽക്കട്ടെ. ഇപ്പൊ തറയൊക്കെ ലോഡായിട്ടാ. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, റൈറ്റ് സൈഡിൽ മാത്രല്ലേ ഉള്ളൂ. അതെ ലെഫ്റ്റ് സൈഡ് ഒന്ന് ഇതിന്റെ ലോഡായിട്ടില്ല, അത് ലോഡായിട്ടില്ല. എനിക്കൊന്ന് അത് ഹുഡിലാ വരുന്നത്. ആണല്ലേ? അതല്ലടാ, അത് കാറിലോടെ കസ്റ്റം ഡ്രസ്. ഇത് യങ് ഡ്രസ്. ഇല്ല, ആ ഡ്രസ് അപ്പാ ഡ്രസ് വന്നിട്ടില്ല. വലിച്ചതിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ, ഒന്നും കണ്ടുകൂടാ. അപ്പാ എനിക്ക് ഇതുപോലെ മെഴുക് പ്രതിമ വേണം. വെക്കാൻ അവിടെ ഇവിടെയൊക്കെ മൂലക്കൊക്കെ. പിന്നെന്താ, ഒന്ന് മറ്റേ സിഗരറ്റ് കൈ പിടിച്ചോണ്ട് മറ്റേ മുട്ട കൈ കൊടുത്തിരിക്കുന്നത്, പിന്നെ കാലുമേ കാല് കയറ്റി വെച്ചിരിക്കുന്ന ഒരെണ്ണം. എന്താ പറയുന്നത്? ഞാൻ MRCയുടെ ക്യാമ്പസിൽ ചെന്നപ്പോ അവിടെ അവരുടെ ഗോഡ് ഫാദറിന്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. എന്റെ പ്രതിമ കാണില്ല. നമ്മളൊക്കെ പ്രതിമ വീട്ടിൽ ജോക്കി നമ്മളെ അടിച്ചിറക്കണ്ടേ? ജോക്കിയുടെ പ്രതിമ വെക്കാം, വെച്ച് കളയാം. ഓക്കെ. ഹുഡിയല്ല വേറെ, അതാണ് നമ്മുടെ പുതിയ ഡ്രസ്. തിരിഞ്ഞ് നടന്നാലാണ് കാണാൻ പറ്റുന്നത്. എന്താ തിരിഞ്ഞ്? പറയടാ. ബാക്കിയാണ്. ഇത് എവിടെയാ? അതെ, ഒരു മിനിറ്റ്. ആദ്യമേ കാർലമോനും വാസുമോനും മാത്രം അകത്ത് കേറിയിട്ട് നമുക്ക് ബാക്കിയെല്ലാം നിങ്ങൾ കയറിക്കോ. ഓക്കെ, സമാധാനം. ഇപ്പൊ സെറ്റ് ആയി. ഇത് എടാ, ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഇതിനകത്ത് ഒന്നുമില്ലല്ലോ കൊച്ചിന്. സാധാ ഫ്ലോറാ. ഞാനോർത്ത് കിടവല്ലോ അടിയിലോട്ട്. ഞാൻ ഇതിനുള്ളിൽ കാണാം. എടാ, ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്താ കടാ, നമുക്ക് പറഞ്ഞു. ഇത് ഭയങ്കര ക്വാളിറ്റി കേട്ടാ ഈ സാധനത്തിന്. ഇതിന്റെ ക്വാളിറ്റി നോക്കി കഴിച്ചു നിങ്ങൾ. ഇതിന്റെ ക്വാളിറ്റി ഉണ്ടോ? ഓ, ഇങ്ങനെ പറഞ്ഞ സെറ്റ് ചെയ്യണല്ലോ, ഒരു പരുന്തിനെ സെറ്റ് ചെയ്യണം. അത് ഞാൻ പണി അറിയാവുന്ന ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റൂലേ? ആകാശത്തോടെ പറക്കുന്ന എനിക്ക് വിഷമാവുന്നു. എന്തോ സംഭവം എനിക്കൊരു ആംഗിള് വെച്ച് നോക്കാം. മറ്റേ ഹോട്ട് വീൽസിലൊക്കെ കളിപ്പാട്ടൊക്കെ പോലെ ക്ലീൻ വണ്ടിയാണ് സത്യം. ഫ്രണ്ടിലത്തെ അത് നോക്കടാ, നൈസ് അല്ലേ? വണ്ടിയൊക്കെ കൊള്ളാം, ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ വാറെടുക്കല്ലേ, ചത്തു മെഴുകും കേട്ടോ. ഇടം മണ്ട, നീയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ നിന്റെ തലയല്ലേടാ വണ്ടി കാണുന്നേ, അടിച്ച് തീർക്കത്തില്ലേ? ഹൈറ്റ് ഇല്ല പ്രശ്നം. കത്തിച്ചു വിടുഞ്ഞ ഇപ്പൊ ടയർ ഇറങ്ങുന്ന ആളിയാ. ക്ലീനാണ് വണ്ടി, ക്ലീനാണ്. ഹൈന മോഡൽ അല്ലടാ ഇത്. ഹൈന മോഡൽ ഇങ്ങനെ അല്ലടാ.
എന്റെ അമ്മ 15. ഒരു ബട്ടൺ അമർത്തല്ലേ, ഒന്നും അമർത്തതൊക്കെ അല്ലേ. ഇപ്പുറത്തോട്ട് വേണോ എല്ലാവരും? ഇവിടെയാണ് കിട്ടില്ല. ഇവിടെ ഞാൻ നിർത്തുന്നത്. കാറിലൊഴിച്ച് ബാക്കി ഇതിപ്പോ ടിവിയുടെ വണ്ടി റിവീലായ സെൻട്രൽ പൊസിഷൻ ഹൈനെ പോലെ ഉണ്ട്. ബട്ട് സാധനം നൈസാണ്. എടാ അത് അവന്മാര് തന്നെ പണിത വണ്ടിയാടാ. ഹൈനെ പോലെ അല്ലടാ അത് വേറൊരു ഡിസൈനാടാ. ജനിച്ചു വരുന്നാലേ അങ്ങോട്ട് നോക്കി ഇപ്പൊ വരും. ഞാനൊരു 3 വട്ടം കണ്ട്. ഞാൻ കേറി ഞാൻ ചെറുതായിട്ട് കണ്ടു. നേരെ കാണിക്കാമോ? ഞാൻ എന്താ ഇങ്ങനെ തന്നെ അറിയാം. വെച്ചിരിക്കണ എല്ലാം അതിനെയല്ല. അതെ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പഴയ വണ്ടിയല്ലേ? പഴയ വണ്ടി അതിന്റെ ട്രാൻസ്ഫോർമേഷൻ. ഇതെന്ത് വണ്ടിയാടോ ഇത്? എന്റെ അമ്മ ഇത് കിടുക്ക്. ഇവിടെ ഇത് വിഷയം മറ്റേനൊക്കെ അടിപൊളി. ഇതാണ് എനിക്ക് ഇതാണ് പൊളി സാധനം. ഇതെന്ത് രസോടെ ഈ വണ്ടി കാണാൻ. എടാ ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് മറ്റേനൊക്കെ ഇഷ്ടപ്പെട്ട ഇതാണ്. ഇതിന്റെ ഏറ്റവും ലുക്ക് ഈ സൈഡിൽ നോക്കുമ്പോഴേ നിങ്ങൾ കഴിച്ച ഈ സൈഡിൽ നോക്ക്. ക്വാളിറ്റി ആണ്. അതാ പറഞ്ഞ നല്ല ക്വാളിറ്റി ഉണ്ടോ വണ്ടിക്ക്. ഈ സൈഡിൽ നിന്നും എനിക്കിതാ ഈ ഒരു ഇങ്ങനെ കാണാൻ ഭയങ്കര രസം. നോക്ക് വണ്ടി നോക്ക്. പശയൊന്നും വേണ്ട. എന്തിനാ പശയൊന്നും വേണ്ട. ഹൈറ്റ് കൂടുതലാ. മറ്റേ കുറവായിരുന്നു. എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കണം കേട്ടോ. പറഞ്ഞു കൊടുക്കുന്ന കാരണം എനിക്ക് ആ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടാ. പശയൊന്നും പറയില്ല, അതൊക്കെ പ്രശ്നമാണ്. ഇതാണ് നൈസ് സാധനം. കാരണം ഇത് കൊള്ളാം. എനിക്ക് ആ വണ്ടിയേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയാണ്. അതെ ഇത് വിഷയം സാധനം. ഇതാണ് സാധനം വിഷയ സാധനം. വണ്ടി ഇതിന്റെ വേറെ സ്റ്റാർട്ടാക്കിയ വേറെ എന്തോ സാധനം ഉണ്ടായിരുന്നു ബാക്കിൽ. അത് സുഖമല്ലേ? മറ്റേ അടുത്തുകൂടെ ബുള്ളറ്റ് പോലെ ടയർ പൊട്ടിക്കോളൂ. അപ്പൊ നിങ്ങളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയല്ല. കൊറേ എണ്ണം എനിക്കറിയാം. ചാറ്റിലെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കൊറേ എണ്ണം വരും കേട്ടോ. മറ്റേ എന്തോ ഡൈഹാർഡ് TV ഫാൻ എന്നുള്ള രീതിയിൽ മറ്റേ ഇത് പറയുന്നേ കാണുമ്പോഴേ അറിയാം. ചാറ്റ് നല്ല കാണുമ്പോഴേടാ. നിനക്കൊക്കെ ബുദ്ധി ഇല്ലാത്തതിന്റെ പ്രശ്നം, കൊച്ചു പയ്യന്മാരായതിന്റെ പ്രശ്നം. നിന്റെയൊക്കെ ആ ചാറ്റിടല് കണ്ടാൽ തന്നെ അറിയാം. മനസ്സിലായോ? ഒരു TV ഫാൻ എന്നുള്ള രീതിയിൽ എടാ TV ഫാൻസ് ഒക്കെ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും KV ആയിട്ട് അത്യാവശ്യം KVയുടെ ലൈവും കാണുന്ന അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നവരാ. നിന്റെയൊക്കെ മറ്റേ ഹാർഡ് കോർ ഫാനിസം കാണിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടി കമന്റ് ഇടുന്ന കാണുമ്പോഴേ അറിയാം നീയൊക്കെ A ക്ലാസ് കുത്തിത്തിരിപ്പോളുകളാണെന്ന് കണ്ടാ തന്നെ. എന്നിട്ട് അതിന്റെ കൂടെ അസ TV ഫാൻ എന്നും കൂടെ എഴുതി ചേർക്കും. വീഡിയോ മാമൻ ഇങ്ങോട്ട് വന്നേ. മാമന്റെ പിന്നിൽ കുറച്ച് പേരുന്നേ. ഞാൻ എന്താ വിളിക്കുന്നു? എന്റെ ന്യൂസുള്ള ഈ വാസാണ്. നമ്മുടെ മാമനെയാണ് ഇവര് വിളിക്കുന്നത്. അപ്പാ വേറെ ക്യാരക്ടറിൽ കയറി വന്ന എത്ര ബാൻ എത്ര ഇത് സൂര്യബോസാണിത്. കാരണം ഞാൻ ഹൈനയുടെ അതേ ക്വാളിറ്റി അവര് തന്നെ പറഞ്ഞതല്ലേ വിഷയമാണ്. നമുക്ക് ആ ബ്ലൂ കളർ ഒഴിവാക്കാം. റെഡ് ആൻഡ് ബ്ലാക്ക് തന്നെയാണ്. ഇല്ല റെഡ് ആൻഡ് ബ്ലാക്ക് തന്നെ പറ്റൂലടാ നമുക്കിനി. നമ്മുടെ ഇവിടുത്തെ കളർ റെഡ് ബ്ലാക്ക് ബ്ലൂ ആണ്. പ്രായത്തിന്റെ പ്രശ്നം മനസ്സിലായോ? അതാണ് പ്രശ്നം. എന്താ
ചുമ്മാ അല്ലാട്ടെ ഇതിനകത്ത് വന്നിരിക്കാൻ. ഇതെന്താ നമ്മള് കേറില്ല. ഹലോ അവിടെയാണ് ഡോറ്. ഹലോ ഡോർ അപ്പുറത്താ. ഡോറപ്പുറത്താ. വഴിയുണ്ട് വെയിറ്റ് ചെയ്യും. ഇവിടെ വഴിയുണ്ട്, ഇവിടെ വഴിയുണ്ട്. ഇവിടെ ഉണ്ട്. വഴിയല്ല ബ്രോ വേണ്ടായിരുന്നു ബ്രോ. ആ സമയത്ത് എല്ലാരും പഴയ ഗ്യാങ് ഡ്രസ് ഗോഡ്സില്ല വേണം എന്ന് പറഞ്ഞ് ചാറ്റ് സ്പാം ആയിരുന്നു. നിങ്ങൾക്കറിയാം. പിന്നെ എന്റെ ഫേവറേറ്റ് ആ സമയത്ത് ഡ്രസ് അതായിരുന്നു. Which turf is known as home turf of KVA? Okay. Security, find the correct letters in order. AC എന്തുവാ ഇത്? Who is known as the hacker of KVA? കടുവ. ഇതെന്തുവാ ഇത്? ബ്രോങ്കോ എന്നാണോ? സെക്യൂരിറ്റി സിസ്റ്റം ഫൈൻഡ് ദ കറക്റ്റ്. കാർലോ ഡെവിൻ കാർലോ എന്നായിരിക്കും അല്ലയോ? അടിച്ചു നോക്കിയാലല്ലേ അറിയുള്ളൂ. ഡെവിൻ കാർലോക്ക് ഡി പോലും ഇല്ല ഇതിനകത്ത്. കാർലോ സിമ്പിൾ. സ്വന്തം പേര് പോലും അടിച്ച് ഞാൻ അറിയത്തില്ലേ. ഞാൻ ഡി നിക്കുന്നത് ഡി കാണട്ടെ. തുറന്നില്ലല്ലോ. നിങ്ങൾക്കാർക്ക് കേറാൻ പറ്റത്തില്ലേ? ഞാൻ കേറിയല്ലോ. അപ്പൊ KV ഓഡിയൻസ് എല്ലാവർക്കും സ്വാഗതം. KVയുടെ വണ്ടി ബാക്കിയുള്ള സാധനങ്ങൾ ഞാനാണെന്ന് റിവീൽ ചെയ്യണത്. കാറിലൊക്കെ വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ റിവീൽ ചെയ്യാൻ പോവാണല്ല. എല്ലാവർക്കും വെൽക്കം. ഹായ്, ഞാൻ റിവീൽ ചെയ്യണേ എല്ലാം. നിങ്ങൾ ഇവിടെ വന്നാ? നമ്മളപ്പുറത്തുനിന്ന് വന്നു. അപ്പൊ ഇത് എങ്ങോട്ടാ പോണ്ടേ ഇനി? എങ്ങോട്ട് ഇത് അയ്യോ, കാറിൽ വന്നില്ല. ബാക്കിയല്ലേ ഇനി ഈ ഡോറ് തുറക്കാൻ തലയൊക്കെ പൊകഞ്ഞു പോലെ. കുക്കുടുവായുടെ സ്പെല്ലിംഗ് തെറ്റിച്ച ഹാഫീസാണ് ഇവിടെ ഹാഫീസിന്റെ സ്പെല്ലിംഗ് എടുത്ത് വെച്ചേക്കുന്നത്. അല്ല മറ്റേ ഇത് TV ഗ്യാങ് റിവീൽ പറയല്ലെന്ന്. അവന്മാര് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് തരുന്നുണ്ടല്ലോ ഗൈസ്. അത് തന്നെ വലിയൊരു കാര്യമാണ്, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു നമുക്കിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കാനും എല്ലാം അവര് പറയണില്ലേ, അത് തന്നെ ഒരു നമുക്കൊരു വലിയ കാര്യമാണല്ലേ. അടുത്ത നമ്മുടെ ഒരു ഇവന്റ് വരുമ്പോ നമ്മൾ തിരിച്ച് ആ പരിഗണന അവർക്ക് കൊടുക്കണം. കടുവ എഡിഷൻ. കടുവ ഫുൾ ഷീൽഡ് വൺ. പറയണോ? ഇതാണ് മൂന്നാമത്തെ വണ്ടി. 3 വണ്ടി ഉണ്ടല്ലേ? പഴയ കടുവയുടെ ഓർമ്മയ്ക്കാണോ കടുവ എന്ന് പേരിട്ടേക്കണേ? പണ്ട് ഫുൾ ഷീൽഡ് വൺ ടാപ്പ്. കാട്ടാളന്റെ ഡയലോഗ്. ഇവിടെ ഇതൊരു മറ്റേ ഓഫ് റോഡ് എഡിഷൻ വണ്ടി ആയിട്ട് അത് ഇറക്കിയില്ല. കാരണം എനിക്ക് രണ്ടാമത്തെ വണ്ടി ഓൾ ടൈം ഫേവറേറ്റ് കിടില സാധനം. ഒരു രക്ഷയില്ലാതെ എനിക്ക് അതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ ഫേവറേറ്റ്. ഇതിനകത്ത് ഈ 3 എന്റെ ഫേവറേറ്റ് രണ്ടാമത്തെ വണ്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട? എനിക്ക് രണ്ടാമത്തെ വണ്ടി ഇഷ്ടപ്പെട്ട. എനിക്ക് ഇതിനേക്കാൾ രണ്ടാമത്തെ വണ്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് പക്ഷെ നീറ്റ് വണ്ടി കേട്ടോ, നല്ല രസമുണ്ട്. രണ്ട് എനിക്ക് രണ്ടാണ് ഇഷ്ടപ്പെട്ടെ. 2 കൂടുതൽ വോട്ട്. കടുവ ഓൺ ടോപ്പ്. എനിക്കറിയാലോ അതൊക്കെ. ഇന്ത്യയിലെ ഡീറ്റെയിൽ ഒക്കെ നോക്കട്ടെ. അല്ല അപ്പൊ അത് വാറിന്റെ ഇറക്കാത്ത രീതിയിലാക്കൂല്ലോ ഇവിടെ. മറ്റേത് ഒന്നാമത്തെ കടുവേന്റെ മേലെ കേറ്. ചില്ലറ കഴയല്ല, കടുവയുടെ മേലെ കയറി അതിന്റെ കയ്യിൽ നിന്ന് കടി മേടിക്കാൻ. കടുവയിലൊന്നും കേറാനൊന്നും പറ്റത്തൊന്നുമില്ല. ബഗ്ഗാവുന്ന സത്യം.
പിന്നെ എന്തിനാ കേറാൻ നോക്കുന്നതല്ല, ഞാൻ ട്രൈ ചെയ്തതാ. നിങ്ങൾ പറഞ്ഞപ്പോ ഒരു ഇനിയിപ്പോ ഗ്യാങ് ഹൗസ് കൂടെ ഞാൻ പോയി എങ്ങനെ പെട്ടെന്ന് ആക്കാൻ പറഞ്ഞ അവർക്ക് അവരുടേതായിട്ടുള്ള ഇതുണ്ടല്ലോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന പറഞ്ഞാൽ അത് മോശമാണ്. അത് നമ്മുടെ ഒരു ഇത് കാറൊന്ന് പെട്ടെന്നാക്കിയേ. ആ ഇത് എന്തിനു ഡിലേയാ? അത് മോശമാണ് ഗൈസ്, അങ്ങനെ ചെയ്യാൻ പാടില്ലത്. നമുക്ക് അവരുടെ പരിപാടിയല്ലേ. ഞാൻ മൈക്ക് ഓണാക്കിയല്ലടാ പറഞ്ഞേ, മൈക്ക് ഓണാക്കിട്ടല്ല പറഞ്ഞേ. ഇനിയുണ്ടോ? ഇനി എന്താ? ഇനി ഗ്യാങ്സ് അല്ലേ? സീക്കമാര് കളിക്കുന്നോടാ. ഇവിടെ തന്നെ ഗ്യാങ് ഹൗസ്? അല്ല, അവിടെ ടെലിപ്പോർട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ടെലിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഗ്യാങ് ഹൗസിലോട്ടാ പോണേ. അതാണ് അവരുടെ ഐഡിയ. ലോജിക്കലി തിങ്ക് ചെയ്ത്. എന്താടാ അപ്പൊ പറയാ കരിമ്പില് ജോണി ഭയങ്കര ഒരു കഥയുണ്ട്. അതെന്താ പാപ്പ? ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ദേവലോകത്തുണ്ടായിരുന്ന സമയത്ത് എന്റെയും ജോണിയുടെയും മെയിൻ ഒരു വണ്ടിയായിരുന്നു ഇത്. ആണല്ലേ? ഇതുവരെ ഞങ്ങളെ ഒരു പോലീസുകാരും ഈ വണ്ടി പോയ ദേവലോകത്തുണ്ടായിരുന്ന സമയത്ത് എന്റെയും ജോണിയുടെയും മെയിൻ ഒരു വണ്ടിയായിരുന്നു ഇത്. ആണല്ലേ? ഇതുവരെ ഞങ്ങളെ ഒരു പോലീസുകാരും ഈ വണ്ടി പോയപ്പോ പിടിച്ചിട്ടില്ല. ഒരു 80 റോബറിയൊക്കെ ചെയ്ത് കാണും. അവിടെ നല്ല പോലീസുകാരൊന്നും ഇല്ലേ പാപ്പ? അത് മാസമായിരുന്നല്ലേ? ഞാൻ വേറൊരു കൂടെ ഉണ്ട്. എനിക്ക് ആദ്യമായിട്ട് അപ്പാപ്പ ഗിഫ്റ്റ് ചെയ്ത അപ്പൊ അതിന് ആദ്യം പറഞ്ഞതിനൊക്കെ വാല്യൂ അപ്പൊ അതിനാട്ടോ അപ്പ. സങ്കടമൊന്നുമില്ല. അതാ ഇമ്പാക്ടിന് മാറ്റം വന്നപ്പോ അതാ പ്രശ്നം പറ്റിയ. ഇമോഷനാണ് ഈ വണ്ടി. ഇമോഷനാണത്. അടുത്തോട്ട് നോക്കാം. ആദ്യം പറഞ്ഞു അപ്പൊ മറ്റേ ഓർമ്മ ചേട്ടാ അവിടെ ജോക്കിക്ക് വണ്ടിയാ. അപ്പൊ എനിക്കും ഉണ്ടാവും കേട്ടോ അപ്പുറത്ത്. 1 2 3 4 റൗണ്ട്. അപ്പൊ എനിക്കൊരു വണ്ടി ഉണ്ട്. അപ്പൊ എനിക്കൊരു വണ്ടി ഉണ്ടാവേ. ജോക്കിക്ക് കൊടുത്തിട്ട് എനിക്ക് തന്നില്ല വിഷമാവേ. ഞാൻ ഇറങ്ങും. വണ്ടി കാണാൻ ഗ്യാങ് ഹൗസ് കാണാൻ നിൽക്കൂലേ? എനിക്ക് വണ്ടിയില്ല, ഞാൻ ഗ്യാങ് ഹൗസ് കാണാൻ നിൽക്കൂലേ? ഇല്ലെങ്കിൽ ഓർമ്മ പോയത്. അതെ അപ്പൊ അടുത്തത് കാറിലോ എനിക്ക് വണ്ടി ഇല്ലടാ. എന്നാ ഇപ്പഴേ ഇറങ്ങിക്കോ. ഇതും കൊള്ളാടാ. പക്ഷെ ഈ റിഫ്ലക്ഷൻ അടിക്കുന്നോണ്ട് വണ്ടിയുടെ കളർ ഏതാ ഡിസൈൻ? ഇത് പണ്ടത്തെ ഡീമനോക്ക് അല്ലേ ഇത്? അത് മോഡിഫൈ ചെയ്ത് ജീപ്പിന്റെ പുതിയ മോഡലാക്കിയല്ലേ ഇത്? അപ്പൊ ശരി, ലൈവ് എത്തിക്കുന്നു. ഇതേപോലെ തന്നെ വണ്ടി പണ്ട് ഓർക്കുന്നുണ്ടോ? ഒരു മോർപ്പത്ത് സിറ്റിയില് ബ്രാവോ ഗെയിമിംഗ് എഡിഷൻ. ഈഗിൾ ബ്രോന്റെ കസ്റ്റം ജാക്കറ്റും ഈഗിൾ ബ്രോന്റെ വണ്ടി. അവിടെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായില്ല. എടാ ഞാൻ ഇവിടെ ലൈവില് കുറച്ച് ഇവിടുത്തെ ഓഡിയൻസ് തള്ളക്കി വിളിച്ചോണ്ടിരിക്കുന്നത്. അവന്മാര് പറഞ്ഞു എനിക്ക് മാത്രം വണ്ടി ഉണ്ടാവില്ലെന്ന്. എടാ ഈ പ്രതിഭയോട് കൂടി നമുക്ക് ഗ്യാങ് ഹൗസിൽ കൊണ്ടുപോകണം. ഇത് വാസുണ്ടനാണോ? തുടങ്ങിയോ? വാസു ബാക്കിൽ പേരുണ്ടോ?
ബാക്കിലുണ്ടല്ലേ വാസു? ഇത് വായിക്കുമ്പോ തന്നെ എനിക്ക് മറ്റേ ടോൺ ഓർമ്മ വരുന്ന വാസുവേ. എന്ത് കൊടുത്തു? ഇതെന്ത് ചെയ്ത്? അല്ലാണ്ട് പിന്നെ ആയിരുന്നു പിന്നല്ലത്. അയ്യോ വാസവനെ ഇത് ലോവർ ഫ്രണ്ട്ലി അല്ല കേട്ടോ. അപ്പാപ്പ കീടിലായിട്ട് അപ്പാപ്പ അതെ. നമ്മുടെ തോമാച്ചന്റെ വണ്ടി പോലും ഇത് കണ്ട. സത്യം തോമാസിന്റെ വണ്ടി പോലുണ്ട്. താങ്ക് യു താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് ഗോ. എടാ ഞാൻ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിട്ട് എനിക്ക് മനസ്സിലായില്ലടാ സത്യം പറഞ്ഞ നിങ്ങൾ കണ്ട ഇവിടെ നോക്കിയപ്പോ ഉണ്ടല്ലോ അതാ അപ്പാപ്പന് ഇത് ഇവിടെ ഞാൻ ആ വണ്ടി കാണുമ്പോ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഓർത്തിന് ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതാക്കാണ് മനസ്സിലായ. എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല കാരണം ദൂരെ നോക്കിയ ഈകളൊന്നും മനസ്സിലാവില്ല. ഇത് മെഴുക് പ്രതിമ അപ്പാപ്പ എനിക്കിതൊന്ന് ഗ്യാങ് മെഴുക് പ്രതിമ ഇത് കണ്ടില്ലേ അപ്പാപ്പ? ഇത് കണ്ടില്ലേ? ബാക്കില് പരുന്ത്. ഒറ്റ പ്രശ്നമുള്ളു കാർലോ, പരുന്ത് വാസുവിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് കേട്ടാ. ബാക്കില് അങ്ങനല്ല അങ്ങനെ എഴുതി വെച്ചിരിക്കണേ. PARUNTH ആണ് പരുന്ത് വാസു. ഡി എഴുതിയേക്കുന്നത്. പക്ഷേ വസവനെ കുട്ടിയുടെ മേൽഭാഗം കിടക്കുന്നവർ എന്തായാലും പേര് കാണത്തില്ല. അതാ പ്രശ്നം. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഇടണോ അപ്പാപ്പ? ഞാൻ റിവെഞ്ച് എടുത്തത് കേട്ടോ അപ്പാപ്പ റിവെഞ്ച് എടുത്ത് കേട്ടോ. എന്റെ റിവെഞ്ച് ആയിരുന്നല്ലേ അത്? അല്ല വസവനെ കൊടുത്ത സ്പെല്ലിംഗ് അതാ തോന്നുന്നില്ല. ഇതെന്താ ഇത് എവിടോട്ടാ വന്നേ? ചാന്ദ്രയാൻ എഡിഷൻ. ഇതെന്താ ട്രാൻസ്ഫോമർ? ഇതെന്താ നമുക്ക് കാണും പറയാം. പറഞ്ഞ അതിപ്പോ ശരിയാവും. ശരിയാ വാസു. പിന്നെ ഓണാക്കിക്കോ. എവിടെ പോയോ? ഇതെന്താ ഹെലി നോക്കടാ. ഇത് ഹെലിക്ക് എന്തോ ബഗ് ഉണ്ട് ഗൈസ്, അതാണ് പ്രശ്നം. പക്ഷെ ഹെലി കൊള്ളാല്ലേ. ഹെലി നോക്ക്. ബാക്ക് വെച്ച് നോക്ക്. മറ്റേ ജെറ്റ് എഞ്ചിനൊക്കെ പോലെ ഇരിക്കുന്നു. ഇതിന്റെ കൊച്ചുനെ ഒന്ന് വലിക്കോ. ഹലോ ഡ്രാഗിയോ ഞാൻ ഫ്രണ്ട് എൻട്രൻസ് വന്ന് നിൽക്കുന്നു. ഓർമ്മയുണ്ടോ? ഇതിന്റെ കളർ കേരള ഞാൻ കാര്യം പറയട്ടെ. ഇതേ ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് ഹെലിയായിരുന്നു. ഇനിയിപ്പോ കുഴപ്പമില്ല. ഇതിന്റെ കളർ ഹെലി ഞങ്ങള് കഴിഞ്ഞ വണ്ടി ഇറക്കിയില്ലേ? വണ്ടി ഇറക്കിയ സമയത്ത് അന്ന് ഹെലിക്ക് കസ്റ്റം നമ്മളിവിടെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നല്ലോ. ഇതെന്താ? എന്നെ പിന്നെ കൊണ്ടുപോയേ. എടാ എന്നെ പിന്നെ ഹെലികോപ്റ്ററിനകത്ത് കൊണ്ടുപോയി. ഇതായിരുന്നു നമ്മുടെ ഹെലി. ഞാനത് ഇനിയിപ്പോ അത് പിന്നെ ഒരു സത്യമായിട്ട് നമ്മുടെ ഹെലി ഇതായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല. ഇത് ഇനിയിപ്പോ കുഴപ്പമില്ല. ഒരു കളർ ചേഞ്ച് ആക്കി. അതെ കളർ ചേഞ്ച് ആക്കി ഞങ്ങള് വേറൊരു രീതിയിലോട്ട് കൊണ്ടുവരാം. ഞാൻ പുതിയ തുടങ്ങി ഇപ്പൊ പണി തുടങ്ങി. അതല്ലേ സമയെടുത്തിരിക്കുന്നേ. ചമ്പത്തൂരിന്റെ ചങ്കുകൾ കലങ്ങുന്നു. അല്ലല്ല ഇപ്പൊ ഈ ഒരു മോഡൽ ഇപ്പം ഉണ്ട്. കാരണം സെയിം എക്സാക്ട് ഇങ്ങനെ തന്നെ ഇരിക്കുവല്ല. എന്നുവെച്ചാ ഈ സെയിം മോഡലാ. പക്ഷെ ഇത് തന്നെയല്ല എക്സാക്ട് ഇതല്ല. പക്ഷെ ഈ പുറകിലത്തെ പോലത്തെ അതെല്ലാം ഉണ്ട്. ജെറ്റ് എഞ്ചിൻ പോലത്തെ സാധനം എല്ലാം ഉണ്ടായിരുന്നു.
പറഞ്ഞത്. പക്ഷെ കിടില കേട്ടോ ഈ ഹെലി ഭയങ്കര നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല എനിക്ക് പുറത്ത് കണ്ട സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ സാധനം. അല്ലല്ല ഞാൻ ഇരട്ട പറ്റ പോലെ വേണമെങ്കിൽ ലിവറി മാറ്റാ. അതെ 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 ഒരു പച്ച ഒരു ചോപ്പ് സേക്കിന് മുമ്പ് ഗൈസ് അങ്ങനൊന്നും അല്ല ഗൈസ്. ഈ ഹെലി ഇപ്പൊ ഈ ഷേപ്പ് കോമൺ ആ ഗൈസ് ഇപ്പം ഗൈസ് ഇപ്പൊ ഈ മോശ കുത്ത് റീസ ഇതെന്താ അടി ഫുൾ വെടി. ഞാനിപ്പോഴും ഏറി നിക്കുവാ. ഓ എലി നോക്ക് ഗൈസ്, എലി എന്ത് രസോടോ. എന്റെ അമ്മോ അമ്പോ എലി എന്ത് രസോടാ കാണാൻ ഗൈസ്. അത് വെളിയെ വന്നപ്പോ അതിനേക്കാ ഭംഗിയടാ നമ്മൾ അകത്ത് കണ്ടതിനേക്കാളും. വണ്ടി നോക്ക് കിടക്കുന്നതോ, ഈ സാധനം കണ്ടോ? കൊള്ളാലേ. നമുക്ക് ഓടിക്കാൻ പറ്റില്ല. ഈ വണ്ടി നോക്ക്, കൂട്ടത്തിൽ ഏറ്റവും കിടില ഹെലിയും ഈ വണ്ടിയാണ് എനിക്ക്. പക്ഷെ ഇതിന് കുറച്ച് ഹൈറ്റ് കുറഞ്ഞു പോയേട്ടാ. ഇതിന് കുറച്ച് ഹൈറ്റ് പോയി. അഡ്വനൈസ് അല്ലേ? എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇത് പഴയ വണ്ടിയല്ലല്ലോ. ഇത് പഴയ വണ്ടിയാണോ? ഇത് പഴയ വണ്ടിയാണോ? ഇതല്ലായിരുന്നു രണ്ടാമത്തെ വണ്ടി? അല്ല ഇത് പഴയ വണ്ടിയൊന്നുമല്ല. എടാ ഇത് പഴയ വണ്ടിയാണോ? അല്ലല്ലോ ഇതല്ലേ രണ്ടാമത്തെ വണ്ടി. ഹലോ ഹലോ എടാ ഇതല്ലേ കാർലോ രണ്ടാമത് കണ്ട വണ്ടി നമ്മള്? അതെ അതെ ഇതാണ് 6 നമ്മൾ കണ്ടത്. ആ ഇത് പഴയ വണ്ടിയൊന്നുമല്ല, ഇത് പുതിയതാ. ഇത് പുതിയ വണ്ടിയാ. നിങ്ങൾ ഏതിന്റെ കാര്യം പറയണേ? ഓ ഇതിന്റെ കാര്യോ? ആ അല്ല ഇതിന്റെ മറ്റേതിന് ഹൈറ്റ് കുറവാടാ. ഇതിന്റെ മറ്റേതിന് ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്നതിന് ഹൈറ്റ് കുറവാ. ഞാൻ പറഞ്ഞത് ഈ വണ്ടിയുടെ കാര്യ, ലുക്ക് പറഞ്ഞത് ഞാൻ ഈ വണ്ടിയുടെ കാര്യമാ. ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്നതിന് ഇവരുടെ ഹൈറ്റ് കുറവാ. അതാ ഇത്ര ഹൈറ്റേ ഉള്ളൂ. ഞാൻ അവിടെ കൊണ്ടുവന്ന് അടുത്ത് വന്നില്ലേ, കണ്ട ഹൈറ്റ് ഇല്ല ഈ വണ്ടിക്ക്. പുറകിലത്തെ ഓൾഡർ. എടാ നീ ഞാൻ പറഞ്ഞത് എന്റെ ഫേവറേറ്റ് വണ്ടി ഇതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്. ഈ നമ്മൾ രണ്ടാമത് കണ്ട വണ്ടി. എനിക്ക് ഇത് മനസ്സിലായില്ല. ഫസ്റ്റ് പുതിയതാണോ പഴയതാണോ എന്ന് മനസ്സിലായ? ഇത് പുതിയതാണോ പഴയതാണോ മനസ്സിലായില്ല. പുതിയതിനും ഹൈറ്റ് കുറവാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അങ്ങനെ കുറെ എണ്ണം. അപ്പാ അങ്ങോട്ട് ഇനി എങ്ങോട്ടാ?